അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. ഇത് പിള്ളക്കച്ചകൾ. ഒരു കുഞ്ഞു ജനിച്ചാൽ അവനെ മൂടി പുതപ്പിച്ചും തണുപ്പേൽക്കാതെ കാത്തു സംരക്ഷിച്ചും അവനെ കൺമണി പോലെ ചങ്കോട് ചേർത്ത് അമ്മയ്ക്ക് താരാട്ട് പാടാൻ അമ്മ തന്നെ ഒരുക്കുന്ന സ്നേഹക്കച്ചകൾ, പിള്ളക്കച്ചകൾ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം വ്യക്തമായിട്ട് പറയുന്നു, അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് അപ്പനും അമ്മയ്ക്കും കൊടുക്കാവുന്നതൊക്കെ കൊടുത്ത് പുൽത്തൊട്ടിലിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. നമുക്ക് ഈ കൊച്ചു ഗാനത്തോടുകൂടി നമ്മുടെ 2-ാം ദിവസത്തെ സംഗീത ധ്യാനം, ഈ ചെറിയ മ്യൂസിക്കൽ റിട്രീറ്റ് ആരംഭിക്കാം. എല്ലാവരുടെയും മനസ്സും ഹൃദയവും ഒരുക്കി ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, അല്ല ഉണ്ണിയുടെ കൂടെ ഉണ്ടാവണം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അവനെ പിള്ളക്കച്ച കൊണ്ട്, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. സ്ഥലം ലഭിച്ചില്ല, സ്ഥലം ലഭിച്ചില്ല, സ്ഥലം ലഭിച്ചില്ല, സ്ഥലം ലഭിച്ചില്ല, സ്ഥലം ലഭിച്ചില്ല. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം. അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ജ്ഞാനികൾ പറയുന്നത് റീഡ് ദ ബൈബിൾ. റീഡ് ദ ബൈബിൾ. വചനം വീണ്ടും വീണ്ടും വായിക്കുമ്പം ഈ പൂവിൽ നിന്ന് തേൻ വരുന്നത് പോലെ ഈ വചനം നമുക്ക് ചില വെളിപാടുകൾ നൽകും. നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു വചനം അല്ലേ, നമ്മൾ എത്രയോ വട്ടം ഇത് കേട്ടിരിക്കുന്നു അല്ലേ. ക്രിസ്മസിന്റെ സീസൺ മുഴുവൻ ഈ വചനം നമ്മൾ കേൾക്കാറുണ്ട്. അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. പക്ഷെ ഈ വചനത്തിനകത്ത് നമ്മൾ ആവർത്തിക്കുമ്പോൾ ഒരു പുതിയ കൃപയുടെ മധു, പൂവിൽ നിന്ന് തേൻ വരുന്നത് പോലെ ഈ വചനം റിപ്പീറ്റ് ചെയ്യുമ്പം ഒരു ദൈവിക സാന്നിധ്യം വരും. എന്നാന്നറിയ അർത്ഥം? അമ്മയും അപ്പനും മാറിയോസേപ്പ് പിതാവും മറിയവും ചുമ്മാതൊന്നുമല്ല, വാട്ട് എവർ ദേ കുഡ് ഡു, അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. എല്ലാം ദൈവം തരട്ടെ എന്ന് പറഞ്ഞ് കാത്തൊന്നും ഇരുന്നില്ല. അപ്പന് കൊടുക്കാവുന്നത് മുഴുവൻ, അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഒരു കരുതൽ. കുഞ്ഞ് തളരല്ലേ, വാടല്ലേ, കരയല്ലേ, തണുക്കല്ലേ, മരവിച്ചു പോകരുത് എന്നൊക്കെയുള്ള കരുതലോടുകൂടി അമ്മയും അപ്പനും അവരുടെ സ്നേഹവാത്സല്യങ്ങളുടെ പിള്ളക്കച്ചകൾ മുഴുവനും ഇട്ട് പുതപ്പിച്ചു. എന്തൊക്കെ നൽകാമോ, ഒരപ്പൻ്റെ കരുതൽ, ഒരമ്മയുടെ കരുതലാണ് ആ പിള്ളക്കച്ചകൾ. അതൊരു അടയാളം കൂടിയാണ്. ബൈബിൾ മുഴുവൻ അടയാളമാണ് പ്രിയപ്പെട്ടവരെ. ബൈബിൾ കേവലം നമ്മുടെ കൺമുമ്പിലുള്ള വെറും വസ്തുക്കളോ വ്യക്തികളോ മാത്രമല്ല, അവയുടെ എല്ലാം പിന്നിലൊരു അടയാളമുണ്ട്. മറിയം എന്ന അമ്മ, അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് നെയ്തെടുത്ത പിള്ളക്കച്ച. യോസേപ്പ് പിതാവ് എന്ന നീതിമാനായ അപ്പൻ തൻ്റെ കരുതൽ കൊണ്ട് കൊരുത്തെടുത്ത സ്നേഹക്കച്ച, പിള്ളക്കച്ച. അത് ഉണ്ണിക്കുണ്ട്. പക്ഷേ എങ്കിലും ശിശു കിടക്കുന്നത് പുൽത്തൊട്ടിലാണ്. ഉണ്ടെന്നേ, അപ്പൻ്റെ കരുതലുണ്ട്, അമ്മയുടെ വാത്സല്യമുണ്ട്. പക്ഷേ കൊച്ചു ജീവിക്കുന്നത് കാലിക്കൂട്ടത്തിനിടയ്ക്കാം.
അവൻ്റെ എക്സിസ്റ്റൻഷ്യൽ സിറ്റുവേഷൻസ് വളരെ മോശമാണ്. അപ്പം നല്ലവനായിരുന്നേ, അമ്മ നല്ലവനായിരുന്നു, മാതാപിതാക്കൾ ഏകുന്ന കരുതൽ, മാതാപിതാക്കൾ നൽകുന്ന പ്രോത്സാഹനം, അവരുടെ വാഴ്ത്തിപ്പുകഴ്ത്തലുകൾ, താരാട്ടുകൾ എല്ലാവർക്കും ഇണങ്ങണമെന്നില്ല, എല്ലാവർക്കും തികയണമെന്നില്ല. പിള്ളക്കച്ചകൾ ഒരുപാടുണ്ടെങ്കിലും കുഞ്ഞു കിടക്കുന്നത് പുൽക്കൂട്ടില്ല, കുഞ്ഞു കിടക്കുന്നത് കാലിക്കൂട്ടില്ല. അവൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. പൊതിയാനുള്ള പിള്ളക്കച്ചകൾ മാതാപിതാക്കൾ തന്നെങ്കിലും കുറവുകൾ ഒരുപാടുള്ള ജീവിത പുൽക്കൂട്ടിൽ നീ തളർന്നു പോയേക്കാം. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ സത്യമാണ്. പൊതിയാനുള്ള പിള്ളക്കച്ചകൾ മാതാപിതാക്കൾ തന്നെങ്കിലും, അവരൊക്കെ ഒരുപാട് അധ്വാനിച്ചു, ചുറ്റും നിന്നു, കാവലായി നിന്നു, താരാട്ടുപാടി, കൈവെള്ളയിലിട്ട് വളർത്തി. പക്ഷേ നിനക്കൊരുപാട് തികയാഴികയുണ്ട്, നിന്റെ ഉള്ളിൽ ഒരുപാട് ശൂന്യതയുണ്ട്. നീ കിടക്കുന്നത് പുൽക്കൂട്ടിലാണ്. അപ്പനും അമ്മയും പറയും, ഞങ്ങൾ ചെയ്യാവുന്നൊക്കെ ചെയ്തില്ലേ കുഞ്ഞേ, കുഞ്ഞുനാളിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ, അന്ന് പനിയുടെ സമയത്ത് പൊന്നുകുഞ്ഞെ രാവോളം വൈകോളം ഒരു തുണി നനച്ചിട്ട് നിന്റെ അപ്പൻ എന്തോരം കാവലിരുന്നതാ, നിന്റെ അമ്മ എന്തുമാത്രം ഉറക്കമിളച്ചതാ. പക്ഷെ നമുക്ക് തികയത്തില്ല. അപ്പൻ്റെ വാത്സല്യവും അമ്മയുടെ കരുതലും പോരാതെ കരയുന്ന ഒരു വലിയ തലമുറയുടെ നടുവിലാണ് നമുക്ക് പോരാ, നാം ശൂന്യതയുടെ നടുവിലാണ്. പൊതിയാനുള്ള പിള്ളക്കച്ചകൾ, നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. നമ്മുടെ ജീവിതമായത്, നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ സിറ്റുവേഷനായത്, നമ്മുടെ പരാധീനതയായത്, നമ്മുടെ പ്രശ്നമായത്. പൊതിയാനുള്ള പിള്ളക്കച്ചകൾ മാതാപിതാക്കൾ തന്നെങ്കിലും കുറവുകൾ ഒരുപാടുള്ള ജീവിത പുൽക്കൂട്ടിൽ നീ തകർന്നു പോയേക്കാം, നീ തളർന്നു പോയേക്കാം. നമ്മുടെ ജീവിതം കയ്യിലെടുത്ത് വെച്ച് പാടാം. പൊതിയാനുള്ള പിള്ളക്കച്ചകൾ മാതാപിതാക്കൾ തന്നെങ്കിലും കുറവുകൾ ഒരുപാടുള്ള ജീവിത പുൽക്കൂട്ടിൽ നീ തളർന്നു പോയേക്കാം. പൊതിയാനുള്ള പിള്ളക്കച്ചകൾ മാതാപിതാക്കൾ തന്നെങ്കിലും കുറവുകൾ ഒരുപാടുള്ള ജീവിത പുൽക്കൂട്ടിൽ നീ തളർന്നു പോയേക്കാം, തളർന്നു പോയേക്കാം. അമ്മയും അപ്പനും ഹൃദയം തന്നു, കരുതലിൻ പൂന്തേൻ തന്നു. അമ്മയും അപ്പനും ഹൃദയം തന്നു, കരുതലിൻ പൂന്തേൻ തന്നു. എന്നിട്ടും കുഞ്ഞെ തികയുന്നില്ലല്ലോ, അന്തരംഗം ശൂന്യമാണേ. എന്നിട്ടും കുഞ്ഞെ തികയുന്നില്ലല്ലോ, അന്തരംഗം ശൂന്യമാണേ. പൊതിയാനുള്ള പിള്ളക്കച്ചകൾ മാതാപിതാക്കൾ തന്നെങ്കിലും കുറവുകൾ ഒരുപാടുള്ള
ജീവിത പുൽക്കൂട്ടിൽ നീ തളർന്നു പോയേക്കാം, തളർന്നു പോയേക്കാം, തളർന്നു പോയേക്കാം. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ പറയും, നിനക്കൊക്കെ എന്തിൻ്റെ കുറവാടാ? ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ഞങ്ങൾ വയറ് മുറുക്കി കൊടുത്ത് ഉള്ള കഞ്ഞിയും കഞ്ഞിവെള്ളവും കുടിച്ച് മുതിര തിന്ന് ഒരു നേരം കഴിച്ച് എന്ത് ബന്ധപ്പെട്ടവരാ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാ? പാട്ടിന് പാട്ട്, കൂട്ടിന് കൂട്ട്, ആഹാരത്തിന് ആഹാരം, യാത്രയ്ക്ക് യാത്ര, പൈസയ്ക്ക് പൈസ. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ മക്കൾ കിടക്കുന്നത് പുൽക്കൂട്ടിലാണ്. അവർക്ക് അവരുടേതായ പരാധീനതകളുണ്ട്. തലമുറകൾ തമ്മിൽ വലിയ വ്യത്യാസം വരികയാണ്. അപ്പനും അമ്മയും തരാഞ്ഞിട്ടാണോ? അമ്മ കരുതാഞ്ഞിട്ടാണോ? പ്രോത്സാഹനം കിട്ടാഞ്ഞിട്ടാണോ? പക്ഷെ കുഞ്ഞുങ്ങളുടെ ഉള്ള് നിറയുന്നില്ല. എല്ലാം കൊണ്ട് പൗഡർ പോലെ പൂശി, സ്നേഹം പൗഡർ പോലെ പൂശി കൊടുത്തിട്ടും ഇന്ന് സ്കൂളിൽ ചെല്ലുമ്പം ചെറുപ്പക്കാർ പറയുന്ന, കുഞ്ഞുങ്ങൾ പറയുന്നത്, ഉള്ളു നിറയുന്നില്ല. ഞങ്ങൾക്ക് സ്നേഹം പോരാ, ഞങ്ങൾക്ക് കരുതൽ പോരാ, ഞങ്ങൾക്ക് ആശ്ലേഷം പോരാ, ഞങ്ങൾക്ക് പരിരംഭണം പോരാ, ഞങ്ങൾക്ക് അപ്പൻ്റെയും അമ്മയുടെയും കരസ്പർശം പോരാ. ഇതൊരു വല്ലാത്ത ക്രൈസിസാണ്. ഇതൊരു വല്ലാത്ത ക്രൈസിസാണ്. പഴയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടുപെടും. ഇവിടെയാണ് നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്. ഈ ശൂന്യതയെ ട്രാൻസെൻഡ് ചെയ്യാൻ, ഇതിനെ അതിജീവിക്കാൻ യേശു കർത്താവ് എന്ത് ചെയ്തു? അത് മനോഹരമായി യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ ലൂക്ക 2:7 നിന്നും യോഹന്നാൻ 20:7 ചെല്ലുമ്പം അവിടെ ഒരു അത്ഭുത കാഴ്ച കിടക്കുകയാണ്. ക്രിസ്മസിൻ്റെ പുൽക്കൂട്ടിൽ നിന്നും നേരെ ഉത്ഥാന കല്ലറയിലേക്ക് ചെല്ലുമ്പം, ക്രിസ്മസിൻ്റെ പുൽക്കൂട്ടിൽ നിന്നും പിള്ളക്കച്ചയിൽ നിന്നും ഒരുവനെ പൊക്കിയെടുത്ത് ഉത്ഥാന കല്ലറയിലേക്ക് കൊണ്ടുവച്ചാൽ അവിടെ ഒരു അത്ഭുത കാഴ്ചയുണ്ട്. എന്നറിയാവോ? അവനെ പുതപ്പിച്ച കച്ച അവിടെ അഴിഞ്ഞു കിടന്നതവർ കണ്ടു. സ്വാഭാവികമായി ഇത് കേൾക്കുമ്പം അവനെ മൂടിയ കച്ച അവിടെ കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അവനെ പൊതിഞ്ഞ കച്ച അവിടെ കിടന്നു. പക്ഷേ ലൂക്ക 2:7 യോഹന്നാൻ 20:7 കൂടെ ഒന്ന് കൂട്ടി വായിച്ചേ. അന്ന് പുൽക്കൂട്ടിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞെങ്കിലും കൊച്ചു കിടന്നത് പുൽക്കൂട്ടിൽ. അവനവൻ്റെതായ പരാധീനതയുണ്ടായിരുന്നു, അവനവൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉണ്ണിമിശിഹ എന്തെടുത്തു? എനിക്കൊന്നും തികഞ്ഞില്ലേ, എന്നെ ആരും പരിഗണിച്ചില്ലേ, എനിക്കൊന്നും കിട്ടിയില്ലേ, ഞാൻ നശിച്ചു പോയേ എന്നിങ്ങനെ സ്വയം പഴിച്ച് താഴാതെ, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താതെ, ചുറ്റുപാടുകളുടെ നേരെ വിരൽ ചൂണ്ടാതെ, തനിക്കോ പിള്ളക്കച്ചകളും പുൽക്കൂടും മാത്രം. പക്ഷേ ആ ഉണ്ണിമിശിഹ പോയ സമയത്ത് എല്ലാവരെയും പൊതിയാൻ ഒരു കച്ച ബാക്കി വെച്ചു. ബൈബിൾ പറയുന്നത് പത്രോസ്ലീഹ ഈ കച്ച കണ്ട് വിശ്വസിച്ചെന്നാ. അത് നിസ്സാരമായിട്ട് എടുക്കരുത്. കേവലം ഒരു തുണി കണ്ട് വിശ്വസിച്ചെന്നല്ല. പത്രോസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുത്തു, കേപ്പാ നിന്നെയും മറ്റു സ്ലീഹന്മാരെയും പൊന്നുപോലെ പൊതിഞ്ഞവൻ, എന്നും പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ എന്നവണ്ണം മറച്ചു സൂക്ഷിച്ചവൻ, പൊതിഞ്ഞു പിടിച്ചവൻ, കണ്ടോ പോയപ്പോൾ ഒരു കച്ച ബാക്കി വെച്ചു, കണ്ടോ ഉദ്ധിതനായപ്പോൾ നിന്നെ പൊതിയാൻ, നിങ്ങളെ പൊതിയാൻ ഒരു കച്ച ബാക്കി വെച്ചു. പണ്ടവന് പിള്ളക്കച്ചകൾ കിട്ടി, അതും പറഞ്ഞ് പരാതിപ്പെട്ട് നിരാശപ്പെട്ട് തലകുമ്പിട്ട് അവൻ താഴോട്ട് പാതാളങ്ങളിൽ പോയി ഒട്ടകപ്പക്ഷിയെ പോലെ മണ്ണിൽ ശിരസ് പൂഴ്ത്തിവെക്കാതെ അവനുണ്ടല്ലോ, തനിക്കോ മുറിവ് കിട്ടി, അവനോ മുറിവുണക്കി. തനിക്കോ കുറവുകൾ കിട്ടി, അവനോ കുറവേറ്റെടുത്തു. തനിക്കോ ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും കിട്ടി, തനിക്ക് കന്നുകാലി കൂട്ടത്തിൻ്റെ ദുർഗന്ധം കിട്ടി, അവനോ സുഗന്ധം കൊടുത്തു. വ്രണിതമാണ് അടിയനുള്ള ഹൃദയമെങ്കിലും കണിശമായും അപരനോട് കനിവ് കാട്ടുമേ. ഇതായി ഉണ്ണിമിശിഹായും ഉദ്ധിതനും തരുന്ന വലിയ പാഠം. ഉണ്ണിമിശിഹായും ഉദ്ധിതനും തരുന്ന ഒരു സമാന്തര പാഠം. അവന് പിള്ളക്കച്ച കിട്ടി, അവന് പുൽക്കൂട്ടിൽ കിടക്കേണ്ടി വന്നു. അവൻ പക്ഷേ ആ ദുര്യോഗങ്ങളെ, ആ പരാധീനതകളെ ചങ്കിലിട്ടാട്ടി ദൈവകൃപയോട് ചേർത്ത് വെച്ചിട്ട് തനിക്കോ ഒന്നും കിട്ടിയില്ല,
അവന് ഒന്നും കിട്ടിയില്ല. പക്ഷേ അവൻ പോയപ്പോൾ, അവൻ ഉത്ഥിതനായപ്പോൾ പൊതിയാനൊരു കച്ച, എല്ലാവരെയും പൊതിയാനൊരു കച്ചമാക്കി വെച്ചു. പുൽക്കൂട്ടിൽ കിടക്കുന്നവൻ ഉയർക്കുന്നത് ഇങ്ങനെയാ. നമുക്കോ കിട്ടിയത് നിരാശ, നമുക്കോ കിട്ടിയത് മുറിവ്, നമുക്ക് കിട്ടിയത് പ്രലോഭനങ്ങൾ, നമ്മളെ ഒരുപാട് ദുരുപയോഗിച്ചു, ചവിട്ടി താഴ്ത്തി, തരം താഴ്ത്തി, ഭാരപ്പെടുത്തി. പക്ഷെ ഞാനോ പൊതിയുമെന്ന് ഒരാൾ തീരുമാനിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണ്ണിമിശിഹായും ഉദ്ധിതനും വന്ന് കൈ ചേർക്കും. നിന്നെ പൊതിയാൻ ആരുമില്ലേലും നീ പൊതിയേണം കുഞ്ഞേ. ഓ, ഈ ആശയവും ഈ സത്യവും ചങ്കിലെടുത്ത് വെച്ചാൽ നമ്മളൊക്കെ ആരാ? നമ്മുടെ ജീവിതം മുഴുവൻ പോയതെങ്ങനാ? പരാധീനതയും പരിഭവവും പരാതിയുമായി താഴോട്ട് പോവുകയാണ്. എനിക്ക് പിള്ളക്കച്ചയാണെന്ന് കിട്ടിയത്, ഞാൻ പുൽക്കൂട്ടി കിടന്ന് ഭാരപ്പെട്ടവനാണ് എന്ന് ജീവിതകാലം മുഴുവൻ പ്രസംഗിക്കും. പക്ഷേ പിള്ളക്കച്ചകൾ തുന്നിക്കെട്ടി ഒരു വലിയ കച്ചയാക്കി നീ പൊതിഞ്ഞിട്ടുണ്ടോ? നിന്നെ പൊതിയാൻ ആരുമില്ലേലും നീ പൊതിയേണം കുഞ്ഞേ. നിനക്കോ പിള്ളക്കച്ചകൾ മാത്രം, പുൽക്കൂട്ടിൻ ശൂന്യത മാത്രം. എങ്കിലും നീ പൊതിയേണം. ഈ ക്രിസ്മസിന് ഇങ്ങനൊന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് അപൂർവ പൂത്തിരി അനുഭവമാകും, അപൂർവ ലാത്തിരി അനുഭവം, അപൂർവ സ്വർഗീയ അനുഭവമാകും. ഇന്നലകൾ സമ്മാനിച്ച, കാലം സമ്മാനിച്ച, സുഹൃത്തുക്കൾ സമ്മാനിച്ച, മാതാപിതാക്കളിൽ നിന്ന് കിട്ടി തികയാതെ പോയ ലാളനെക്കുറിച്ചും താരാട്ടിനെക്കുറിച്ചും നിരന്തരം പറഞ്ഞ് പരിതപിച്ച് കരഞ്ഞ് ചന്ദനത്തിരി പോലെ ഉരുകുന്നതിന് പകരം നിന്നെ പൊതിയാൻ ആരുമില്ലെങ്കിലും നീ അങ്ങോട്ട് പൊതിയാൻ തുടങ്ങണം. നിനക്ക് വചനം കിട്ടിയില്ല, നീ വചനം കൊടുക്കണം. നിനക്ക് പ്രാർത്ഥിക്കാൻ ആരും പഠിപ്പിച്ചില്ല, നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നിന്നെ ആരും പുഞ്ചിരിച്ച് കാണിച്ചില്ല, നീ പുഞ്ചിരിച്ച് തുടങ്ങണം. നിനക്ക് ആരും സ്നേഹാശ്ലേഷം തന്നില്ല, നീ 2 കൈയും നീട്ടി ആവേശത്തോടെ വിശുദ്ധമായ സ്നേഹ പരിലാളനകൾ കൊടുക്കണം. നിന്നെ പൊതിയാൻ ആരുമില്ലേലും നീ പൊതിയേണം കുഞ്ഞേ. നിനക്കോ പിള്ള കച്ചകൾ മാത്രം, പുൽക്കൂട്ടിൻ ശൂന്യത മാത്രം. എങ്കിലും നീ പൊതിയേണം. ഒരുമിച്ചൊന്ന് പാടാം. ഇതൊരു പാട്ടല്ല കേട്ടോ, ഇതൊരു തീരുമാനമാണ്. ഒരു തീരുമാനം, എ ഹൈ ഡിസിഷൻ ഫ്രം ദ ഡെപ്ത് ഓഫ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നും വലിയൊരു തീരുമാനം. നിന്നെ പൊതിയാൻ ആരുമില്ലെങ്കിലും, എന്നെ പൊതിയാൻ ആരുമില്ലായിരുന്നെങ്കിലും ഞാൻ പൊതിയും, ആവേശത്തോടെ പൊതിയും. ആരുമില്ലേലും നീ പൊതിയേണം കുഞ്ഞേ. നിന്നെ പൊതിയാൻ ആരുമില്ലേലും നീ പൊതിയേണം കുഞ്ഞേ. നിനക്കോ പിള്ള കച്ചകൾ മാത്രം, പുൽക്കൂട്ടിൽ ശൂന്യത മാത്രം. എങ്കിലും നീ പൊതിയേണം. നിനക്കോ പിള്ളക്കച്ച മാത്രം, നിനക്കോ പിള്ള കച്ചകൾ മാത്രം, പുൽക്കൂട്ടിൽ ശൂന്യത മാത്രം. എങ്കിലും നീ പൊതിയേണം. നിന്നെ പൊതിയാൻ ആരുമില്ലേലും, നിന്നെ പൊതിയാൻ ആരുമില്ലേലും നീ പൊതിയേണം കുഞ്ഞേ. നിന്നെ പൊതിയാൻ ആരുമില്ലേലും നീ പൊതിയേണം കുഞ്ഞേ. നിനക്കോ പിള്ള കച്ചകൾ മാത്രം, പുൽക്കൂട്ടിൽ ശൂന്യത മാത്രം. എങ്കിലും നീ പൊതിയ
മാത്രം. നിനക്കോ പിള്ള കച്ചകൾ മാത്രം, പുൽക്കൂട്ടിൽ ശൂന്യത മാത്രം. എങ്കിലും നീ പൊതിയണം. കാലങ്ങൾ തന്നത് മുറിവാ, സ്നേഹിതർ തന്നത് വ്രണമാ. കാലങ്ങൾ തന്നത് മുറിവാ, സ്നേഹിതർ തന്നത് വ്രണമാ. എങ്കിലും അവയെ തുന്നിക്കെട്ടി ഒരു കച്ചയുണ്ടാക്കണം കുഞ്ഞേ. ലോകരെ മുഴുവൻ പൊതിയാൻ എങ്കിലും അവയെ തുന്നിക്കെട്ടി ഒരു കച്ചയുണ്ടാക്കണം കുഞ്ഞേ. ലോകരെ മുഴുവൻ പൊതിയാൻ. നിനക്കോ പിള്ള കച്ചകൾ മാത്രം, പുൽക്കൂട്ടിൽ ശൂന്യത മാത്രം. എങ്കിലും നീ പൊതിയണം. എങ്കിലും നീ പൊതിയണം. എങ്കിലും നീ പൊതിയണം. നമ്മുടെ കേരളത്തിൻ്റെ വചന ശുശ്രൂഷ രംഗത്ത് കർത്താവ് ഉയർത്തിയ പനച്ചിക്കൽ അച്ഛനുണ്ടല്ലോ, അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, ചീട്ടുകൊട്ടാരം കണ്ടിട്ടില്ലേ? ചീട്ടുകൊട്ടാരം. കുഞ്ഞുനാളിൽ നമ്മൾ ചീട്ടുകൊട്ടാരം ഒന്നിന് പുറകെ ഒന്നായി ചേർത്ത് ചേർത്ത് ഇങ്ങനെ വളച്ച് വളച്ച് വെക്കുന്ന ചീട്ടുകൊട്ടാരം. ഒന്നേ തട്ടിയാൽ ഒന്ന് വന്ന് മറ്റതിൽ തട്ടി മുട്ടി വീഴ്ത്തി ഇങ്ങനെ ചീട്ടുകൊട്ടാരം ഒന്നൊന്നിനെ വീഴ്ത്തി വീഴ്ത്തി പോകും. കുഞ്ഞുങ്ങൾക്കതൊരു രസമാണ്. ചീട്ടിങ്ങനെ മടക്കി മടക്കി വെച്ചൊരു കൊട്ടാരം കെട്ടി ഇങ്ങനെ വഴി പോലെ ഉണ്ടാക്കി വെക്കും. ഒന്നേ തട്ടിയാൽ പടക്ക് പടക്ക് പടക്കെന്ന് ഓരോന്ന് വീണ് വീണ് എല്ലാം വീഴും. പനച്ചിക്കളച്ചൻ പറയുക, നീ എന്നെങ്കിലും ഇടയ്ക്കൊന്നൊരു ചീട്ടെടുത്ത് മാറ്റിയാൽ ഒന്നൊന്നേ തട്ടി അതേ മുട്ടി ഇതിനെ വീഴ്ത്തി വീഴുന്ന ആ ചങ്ങല വീഴ്ത്തൽ, ആ വീഴ്ത്തലിൻ്റെ ചങ്ങലയ്ക്കിടയ്ക്ക് ഒരു ചീട്ട് മാറ്റി ചവിട്ടിയാൽ, ഒരു ചീട്ടിന് വ്യത്യസ്തത വന്നാൽ, ഒരു ചീട്ടിൻ്റെ ഡിസിഷൻ മാറിയാൽ ആ വീഴ്ത്തൽ അങ്ങ് നിൽക്കും. നിലംപരിശാകുന്ന പദ്ധതി അങ്ങ് അവസാനിക്കും. ഒരാൾ മാറ്റിയപ്പം എനിക്ക് മുറി വീട്ടി, എന്നെ തട്ടി എന്നെ വീഴ്ത്തി, ഞാനും തട്ടും ഞാനും വീഴ്ത്തും. ഇതൊരു ചങ്ങല കണ്ണി പോലെ ഈ ഭൂമിയിൽ തുടരുകയാണ്. പനച്ചിക്കളച്ചൻ മധുരമായി പറഞ്ഞു, ഒരു ചീട്ടെടുത്ത് മാറ്റിയാൽ. എനിക്ക് കിട്ടിയത് പിള്ളക്കച്ചയാണ്. ഞാനൊരാളൊന്ന് മാറ്റി ചവിട്ടിയാൽ ഞാൻ അതിനെ ഒന്നെടുത്ത് രണ്ടെടുത്ത് എൻ്റെ പിള്ളക്കച്ചകൾ മുഴുവനെടുത്ത് ചേർത്ത് കെട്ടി എനിക്കൊരു ഒന്നാം തരം ഒറ്റക്കച്ചയാക്കാൻ പറ്റും. ജോഷുവയുടെ പുസ്തകം 23:10, നിങ്ങളിൽ ഒരുവനെ കൊണ്ട് ഞാൻ ആയിരങ്ങളെ തുരത്തും. one among you, just one among you. നിങ്ങളിൽ ഒരാൾക്ക് 1000 പേരെ വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അവശതകൾ, പരാധീനതകൾ, അവയെ തുന്നിക്കെട്ടി ചേർത്ത് കെട്ടി, കൊച്ചു കൊച്ചു തുണികൾ ചേർത്ത് കെട്ടി കർത്താവ് കബറിടത്തിൽ ഒരു വലിയ കച്ച അവശേഷിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് കിട്ടിയതോ നിരാശ, നിങ്ങൾക്ക് കിട്ടിയതോ ഭാരങ്ങൾ, നിങ്ങൾക്ക് കൊടുക്കുന്നത് എല്ലാവരെയും പൊതിയുന്ന ഒരു പിള്ളക്കച്ചയാകട്ടെ. അങ്ങനെ സഭയിൽ കച്ച വിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ. നിങ്ങളിൽ ഒരുവനെ കൊണ്ട് ഞാൻ ആയിരങ്ങളെ തുരത്തും. ഒരാൾ മാറ്റി ചവിട്ടിയാൽ, ഒരാൾ ഒരു തയ്യൽ മിഷൻ മേടിച്ചു വെച്ചാൽ, കൃപയുടെ തയ്യൽ മിഷൻ മേടിച്ചു വെച്ച് വേദനകളുടെ പിള്ളക്കച്ചകളെ, പരാധീനതയുടെ പിള്ളക്കച്ചകളെ തുന്നിച്ചേർത്ത് ഒരു വലിയ കച്ച ഉണ്ടാക്കി പൊതിയാൻ തുടങ്ങിയാൽ സഭയുടെ ഗതി തന്നെ മാറും. നിങ്ങളിൽ ഒരുവനെ കൊണ്ട് ഞാൻ ആയിരങ്ങളെ തുരത്തും. നിങ്ങളിൽ ഒരുവനെ കൊണ്ട് ആയിരങ്ങളെ തുരത്തും. ഒരുവൻ മാറ്റിച്ചവിട്ടുമെങ്കിൽ ആയിരങ്ങളെ നേടും ഞാൻ. നിങ്ങളിൽ ഒരുവനെ കൊണ്ട് ആയിരങ്ങളെ തുരത്തും. ഒരൊറ്റ ഒരുവൻ മാറ്റിച്ചവിട്ടുമെങ്കിൽ
ആയിരങ്ങളെ നേടും ഞാൻ. ആയിരങ്ങളെ നേടും നാം. നമുക്ക് ഒരുമിച്ച് പാടി അവസാനിപ്പിക്കാം. നിങ്ങളിൽ ഒരുവനെ കൊണ്ട് ആയിരങ്ങളെ തുരത്തും. നിങ്ങളിൽ ഒരുവനെ കൊണ്ട് ആയിരങ്ങളെ തുരത്തും. ഒരുവൻ മാറ്റി ചവിട്ടുമെങ്കിൽ ആയിരങ്ങളെ നേടും നാം. ഒരുവൻ മാറ്റി ചവിട്ടുമെങ്കിൽ ആയിരങ്ങളെ നേടും നാം. നിങ്ങളിൽ ഒരുവനെ കൊണ്ട് ആയിരങ്ങളെ തുരത്തും. നിങ്ങളിൽ ഒരുവനെ കൊണ്ട് ആയിരങ്ങളെ തുരത്തും. ഒരുവൻ മാറ്റി ചവിട്ടുമെങ്കിൽ ആയിരങ്ങളെ നേടും നാം. ഒരുവൻ മാറ്റി ചവിട്ടുമെങ്കിൽ ആയിരങ്ങളെ നേടും നാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചില കരുതലുകളും ചില പ്രോത്സാഹനങ്ങളും അപ്പനും അമ്മയും പൊതിയുന്ന പിള്ളക്കച്ചകൾ പോലെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും നമ്മൾ കിടക്കുന്നത് പുൽക്കൂട്ടിലായതുകൊണ്ട് ഒന്നും തികയാതെ നിരാശപ്പെട്ട് എനിക്കൊന്നും തികഞ്ഞില്ലേ, എന്നെ ആരും വളർത്തിയില്ലേ എന്ന് പരിഭവം പറയുന്നവരാകാം നമ്മൾ. നമുക്ക് കിട്ടാതെ പോയത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ക്രിസ്മസിൻ്റെ പുലരി ആകാശത്തു നിന്നും നമ്മുടെ നെഞ്ചിലേക്ക് വന്ന് ചേരും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹയുടെ സഹവാസവും പിള്ളക്കച്ചകളെ തുന്നിക്കെട്ടി എല്ലാവരെയും പൊതിയുന്ന ഒരു കച്ച തീർക്കാൻ നമ്മെ എല്ലാവരെയും സഭയിൽ ഒരുക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാൻ